വായനാ ദിനം ആചരിക്കുന്നത് എന്നാണ്? ജൂൺ 19. ആരുടെ ചരമദിനമാണ് വായനാ ദിനമായി ആചരിക്കുന്നത്? PN പണിക്കർ. PN പൂർണ്ണനാമം എന്താണ്? പുതുവായിൽ നാരായണ പണിക്കർ. PN പണിക്കർ ജനിച്ചത് എവിടെയാണ്? നീലംപേരൂർ, ആലപ്പുഴ ജില്ല. കേരള ഗ്രന്ഥശാല സംഘത്തിന്റെ ഉപജ്ഞാതാവ് ആരാണ്? പുതുവായിൽ നാരായണ പണിക്കർ. കേരള വിദ്യാഭ്യാസ വകുപ്പ് വായനാവാരമായി ആചരിക്കുന്നത് എപ്പോഴാണ്? ജൂൺ 19 മുതൽ 25 വരെയുള്ള ഒരാഴ്ചയാണ് വായനാവാരമായി ആചരിക്കുന്നത്. PN പണിക്കർ അധ്യാപകനായി പ്രവർത്തിച്ചിരുന്ന അമ്പലപ്പുഴ ഗവൺമെന്റ് LP സ്കൂൾ അദ്ദേഹത്തിന്റെ സ്മാരകമായി ഏത് പേരിലാണ് പുനർനാമകരണം ചെയ്തത്? PN പണിക്കർ സ്മാരക ഗവൺമെന്റ് LP സ്കൂൾ. കേരളത്തിലെ ഗ്രന്ഥശാല പ്രസ്ഥാനത്തിന്റെ പിതാവ് PN പണിക്കർ. ജൂൺ 19 വായനാ ദിനമായി ആചരിക്കാൻ തുടങ്ങിയത് ഏത് വർഷം മുതലാണ്? 1996 മുതൽ. PN പണിക്കരുടെ ചിത്രം ആലേഖനം ചെയ്ത് സ്റ്റാമ്പ് പുറത്തിറക്കിയത് ഏത് വർഷം? 2004 ജൂൺ 19. ബേപ്പൂർ സുൽത്താൻ എന്നറിയപ്പെടുന്നത് ആരാണ്? വൈക്കം മുഹമ്മദ് ബഷീർ. കൊച്ചു നീലാണ്ടൻ, പാറുക്കുട്ടി എന്നീ ആനകൾ കഥാപാത്രങ്ങളായ ബഷീറിന്റെ കൃതി ഏത്? ആനവാരിയും പൊൻകുരിശും. ബഷീറിന്റെ ആത്മകഥയുടെ പേരെന്താണ്? ഓർമ്മയുടെ അറകൾ. മജീദും സുഹറയും കഥാപാത്രങ്ങളായി വരുന്ന ബഷീറിന്റെ നോവൽ ഏത്? ബാല്യകാല സഖി. ബഷീർ സൃഷ്ടിച്ച സാങ്കല്പിക ഗ്രാമത്തിന്റെ പേര് കടുവക്കുഴി ഗ്രാമം. ഒരു മരം ബഷീറിന്റെ ജീവിതത്തിലും സാഹിത്യത്തിലും സ്വാധീനം ചെലുത്തിയിട്ടുണ്ട്. ഏതാണ് ആ മരം? മാംഗോസ്റ്റിൻ. ബഷീർ ദിനമായി ആചരിക്കുന്നത് എന്നാണ്? ജൂലൈ 5. ONV കുറുപ്പിന്റെ പൂർണ്ണമായ പേര്? ഒറ്റപ്ലാക്കൽ നീലകണ്ഠൻ വേലുക്കുറുപ്പ്. കാളിദാസന്റെ ജീവിതത്തെ ആസ്പദമാക്കി ONV കുറുപ്പ് രചിച്ച കാവ്യാഖ്യായിക ഉജ്ജയിനി. ONV കുറുപ്പ് രചിച്ച ആദ്യ കവിതാ സമാഹാരം പൊരുതുന്ന സൗന്ദര്യം. ONV കുറുപ്പിന്റെ ആത്മകഥ പോക്കുവെയിൽ മണ്ണിൽ എഴുതിയത്. ONV കുറുപ്പിന് വയലാർ അവാർഡ് നേടിക്കൊടുത്ത കൃതി ഉപ്പ്. ONV കുറുപ്പിന്റെ പരിസ്ഥിതി കവിത എന്നറിയപ്പെടുന്ന കൃതി ഭൂമിക്കൊരു ചരമഗീതം. കേരള പുഷ്കിൻ എന്നറിയപ്പെടുന്നത് ONV കുറുപ്പ്. കേരള സാഹിത്യ അക്കാദമിയുടെ മുഖപത്രം സാഹിത്യലോകം. വെളിച്ചം ദുഃഖമാണുണ്ണി, തമസല്ലോ സുഖപ്രദം ആരുടെ വരികളാണ്? അക്കിത്തം അച്യുതൻ നമ്പൂതിരി. ഇന്ത്യ എന്റെ രാജ്യം, എന്റെ സ്വന്തം രാജ്യം എന്ന് തുടങ്ങുന്ന കവിത രചിച്ചത് ആര്? ചെമ്മനം ചാക്കോ. ലോക പുസ്തക ദിനമായി ഏപ്രിൽ 23 ആചരിക്കുന്നത് എന്തുകൊണ്ട്? വില്യം ഷേക്സ്പിയറുടെ ജനനവും മരണവും ഏപ്രിൽ 23-നാണ്. അതാണ് ലോക പുസ്തക ദിനമായി ഏപ്രിൽ 23 ആചരിക്കുന്നത്. മാറ്റുവിൻ ചട്ടങ്ങളെ സ്വയമല്ലെങ്കിൽ മാറ്റുമതുകളി നിങ്ങളെ താൻ ആരുടേതാണ് ഈ വരികൾ? കുമാരനാശാൻ. നീർമാതളം പൂത്തകാലം എന്ന കൃതി എഴുതിയത് മാധവിക്കുട്ടി. വലിയൊരു ലോകം മുഴുവൻ നന്നാവാൻ ചെറിയൊരു സൂത്രം ചെവിയിലോതാം ഞാൻ ആരുടെ വരികൾ? കുഞ്ഞുണ്ണി മാഷ്. മലബാറിലെ ഔഷധ സസ്യങ്ങളെ പറ്റി ഡച്ചുകാർ തയ്യാറാക്കിയ പുസ്തകം ഏത്? ഹോർത്തൂസ് മലബാറിക്കസ്. ഇന്ത്യയിൽ സാഹിത്യ മേഖലയിൽ നൽകുന്ന പരമോന്നത പുരസ്കാരം ഏത്? ജ്ഞാനപീഠം. 1829 കേരളത്തിലെ ആദ്യത്തെ പൊതുവായനശാല തിരുവനന്തപുരത്ത് സ്ഥാപിച്ചത് ആര്? സ്വാതി തിരുനാൾ. ലൈബ്രറി അസോസിയേഷന്റെ മുദ്രാവാക്യം എന്താണ്? വായിച്ചു വളരുക. കേരളത്തിലെ ജനകീയ ഗ്രന്ഥശാല പ്രസ്ഥാനത്തിന്റെ ഉപജ്ഞാതാവ് സ്വാതി തിരുനാൾ. വൈലോപ്പള്ളിയുടെ ഏത് കവിതാ സമാഹാരത്തിലാണ് മാമ്പഴം എന്ന കവിതയുള്ളത്? കന്നിക്കൊയ്ത്ത്. പഞ്ചതന്ത്രം കഥകളെ അധികരിച്ച് മോയിൻകുട്ടി വൈദ്യർ രചിച്ച കൃതി ഏത്? എലിപ്പട. വെള്ളിയാങ്കല്ലിനെ പറ്റി പരാമർശിക്കുന്ന മലയാള നോവൽ ഏത്? മയ്യഴിപ്പുഴയുടെ തീരങ്ങളിൽ. ബൈബിൾ
മലയാളത്തിലെ ആധുനിക കവിത്രയങ്ങളിൽ ഉൾപ്പെട്ട കവികൾ ആരെല്ലാം? ആശാൻ, ഉള്ളൂർ, വള്ളത്തോൾ. ഖസാക്കിന്റെ ഇതിഹാസം എന്ന നോവൽ എഴുതിയതാര്? OV വിജയൻ. അരുന്ധതി റോയിയുടെ കേരള പശ്ചാത്തലത്തിൽ എഴുതിയ ഏത് നോവലിനാണ് മാൻ ബുക്കർ പ്രൈസ് ലഭിച്ചത്? ദ ഗോഡ് ഓഫ് സ്മോൾ തിങ്സ്. കാപ്പിരികളുടെ നാട്ടിൽ എന്ന യാത്രാ വിവരണ ഗ്രന്ഥം എഴുതിയത് ആരാണ്? SK പൊറ്റക്കാട്. കാടുകളുടെ താളം തേടി എന്ന യാത്രാ വിവരണ ഗ്രന്ഥത്തിന്റെ കർത്താവ് ആര്? സുജാത ദേവി. സാമൂഹ്യ പരിഷ്കരണത്തെ ലക്ഷ്യമാക്കി VT ഭട്ടതിരിപ്പാട് രചിച്ച നാടകം അടുക്കളയിൽ നിന്ന് അരങ്ങത്തേക്ക്. ഈശ്വരൻ അറസ്റ്റിൽ എന്ന നാടകത്തിന്റെ കർത്താവ് ആര്? NN പിള്ള. മലയാളത്തിലെ ആദ്യത്തെ രാഷ്ട്രീയ നാടകം ഏതാണ്? പാട്ടബാക്കി. മലയാളത്തിൽ ലഭ്യമായ ആദ്യ സമ്പൂർണ്ണ രാമായണം കണ്ണശ രാമായണം. അപ്പുക്കിളി എന്ന കഥാപാത്രം ഏത് കൃതിയിലെയാണ്? ഖസാക്കിന്റെ ഇതിഹാസം. കാച്ചിക്കുറുക്കിയ കവിതകളുടെ രചയിതാവ് എന്ന് വിശേഷിപ്പിക്കുന്നത് ആരെയാണ്? വൈലോപ്പിള്ളി ശ്രീധര മേനോൻ. അഗ്നിസാക്ഷി എന്ന നോവൽ രചിച്ചതാര്? ലളിതാംബിക അന്തർജനം. തടവറയുടെ പശ്ചാത്തലത്തിൽ വൈക്കം മുഹമ്മദ് ബഷീർ രചിച്ച നോവൽ ഏത്? മതിലുകൾ. ബന്ധുര കാഞ്ചന കൂട്ടിലാണെങ്കിലും ബന്ധനം ബന്ധനം തന്നെ പാരിൽ ആരുടെ വരികൾ? വള്ളത്തോൾ. മലയാളത്തിലെ ഏറ്റവും വലിയ നോവൽ ഏത്? അവകാശികൾ. ആടുജീവിതം എന്ന നോവലിന്റെ രചയിതാവ് ബെന്യാമിൻ. ഭീമൻ പ്രധാന കഥാപാത്രമായി വരുന്ന MT വാസുദേവൻ നായർ രചിച്ച നോവൽ ഏത്? രണ്ടാം ഊഴം. മലയാളത്തിലെ ആദ്യ ചരിത്ര നോവൽ ഏത്? മാർത്താണ്ഡവർമ്മ. തൃക്കൊട്ടൂരിന്റെ കഥാകാരൻ എന്നറിയപ്പെടുന്നത് A ഖാദർ. ഓർമ്മയുടെ തീരങ്ങളിൽ ആരുടെ ആത്മകഥയാണ്? തകഴി ശിവശങ്കര പിള്ള. തുടിക്കുന്ന താളുകൾ ആരുടെ ആത്മകഥയാണ്? ചങ്ങമ്പുഴ കൃഷ്ണപിള്ള. ഒളിവിലെ ഓർമ്മകൾ ആരുടെ ആത്മകഥയാണ്? തോപ്പിൽ ഭാസി. അരങ്ങ് കാണാത്ത നടൻ ആരുടെ ആത്മകഥയാണ്? തിക്കൊടിയൻ. ഓർമ്മയുടെ അറകൾ ആരുടെ ആത്മകഥയാണ്? വൈക്കം മുഹമ്മദ് ബഷീർ. കാവ്യലോക സ്മരണകൾ ആരുടെ ആത്മകഥയാണ്? വൈലോപ്പിള്ളി ശ്രീധര മേനോൻ. കൊഴിഞ്ഞ ഇലകൾ ആരുടെ ആത്മകഥയാണ്? ജോസഫ് മുണ്ടശ്ശേരി. എന്റെ ജീവിതകഥ ആരുടെ ആത്മകഥയാണ്? AK ഗോപാലൻ. കവിയുടെ കാൽപ്പാടുകൾ ആരുടെ ആത്മകഥയാണ്? P കുഞ്ഞിരാമൻ നായർ. ആത്മകഥയ്ക്ക് ഒരു ആമുഖം ആരുടെ ആത്മകഥയാണ്? ലളിതാംബിക അന്തർജനം. കേരള കാളിദാസൻ എന്നറിയപ്പെടുന്നത് കേരള വർമ്മ വല്യകോയി തമ്പുരാൻ. കേരള വ്യാസൻ എന്നറിയപ്പെടുന്നത് കൊടുങ്ങല്ലൂർ കുഞ്ഞിക്കുട്ടൻ തമ്പുരാൻ. കേരള തുളസീദാസൻ എന്നറിയപ്പെടുന്നത് വെണ്ണിക്കുളം ഗോപാലകുറുപ്പ്. കേരള പാണിനി എന്നറിയപ്പെടുന്ന AR രാജരാജവർമ്മ. കേരള ഇബ്സൻ എന്നറിയപ്പെടുന്നത് N കൃഷ്ണപിള്ള. കേരള മോപ്പസാങ് എന്നറിയപ്പെടുന്നത് തകഴി ശിവശങ്കര പിള്ള. കേരള ഹെമിംഗ്വേ എന്നറിയപ്പെടുന്നത് MT വാസുദേവൻ നായർ. കേരള ഹോമർ എന്നറിയപ്പെടുന്ന അയ്യപ്പിള്ള ആശാൻ. കേരള സ്കോട്ട് CV രാമൻ പിള്ള. കേരള എലിയറ്റ് NN കക്കാട്. കേരള സൂർദാസ് പൂന്താനം. കേരള ക്ഷേമേന്ദ്രൻ വടക്കുംകൂർ രാജരാജവർമ്മ. കേരള ടാഗോർ വള്ളത്തോൾ നാരായണ മേനോൻ. കേരള മാർട്ട്വെയിൻ വേങ്ങയിൽ കുഞ്ഞിരാമൻ നായർ. കേരള ടെന്നിസൺ വള്ളത്തോൾ നാരായണ മേനോൻ. മലയാളത്തിലെ ജോൺ ഗുന്തർ SK പൊറ്റക്കാട്. മലയാളത്തിലെ ഓഫ്യൂസ് ചങ്ങമ്പുഴ കൃഷ്ണപിള്ള. കേരളത്തിലെ എമിലി ബ്രോണ്ടി രാജലക്ഷ്മി. ക്രൈസ്തവ കാളിദാസൻ കട്ടക്കയം ചെറിയാൻ മാപ്പിള. ആശാ മേനോൻ എന്ന തൂലിക നാമത്തിൽ അറിയപ്പെടുന്നത് K ശ്രീകുമാർ. ഇന്ദുചൂടൻ എന്ന തൂലിക നാമത്തിൽ അറിയപ്പെടുന്നത് KK നീലകണ്ഠൻ.
മാലി എന്ന തൂലിക നാമത്തിൽ അറിയപ്പെടുന്നത് വി മാധവൻ നായർ. നന്ദനാർ എന്ന തൂലിക നാമത്തിൽ അറിയപ്പെടുന്നത് പി സി ഗോപാലൻ. കോവിലൻ എന്ന തൂലിക നാമത്തിൽ അറിയപ്പെടുന്നത് പി വി അയ്യപ്പൻ. വിലാസിനി എന്ന തൂലിക നാമത്തിൽ അറിയപ്പെടുന്നത് എം കെ മേനോൻ. കാക്കനാടൻ എന്ന തൂലിക നാമത്തിൽ അറിയപ്പെടുന്നത് ജോർജ് വർഗീസ്. അക്കിത്തം എന്ന തൂലിക നാമത്തിൽ അറിയപ്പെടുന്നത് അച്യുതൻ നമ്പൂതിരി. സുമംഗല എന്ന തൂലിക നാമത്തിൽ അറിയപ്പെടുന്നത് ലീല നമ്പൂതിരിപ്പാട്. ഒളപ്പമണ്ണ എന്ന തൂലിക നാമത്തിൽ അറിയപ്പെടുന്നത് സുബ്രഹ്മണ്യൻ നമ്പൂതിരി. പുന്നപ്പുര വയലാർ സമരത്തെ ആസ്പദമാക്കി തകഴി രചിച്ച കഥ തലയോട്